പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കൻ്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ഇതാ ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എൻ്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീഡ് ഉണ്ടായതും ഇവ ഉണ്ടായതിൻ്റെ ശേഷം. ആ ദജ്ജാൽ ഉണ്ടല്ലോ, ഓ ഉണ്ടായതിൻ്റെ ശേഷം ഉള്ള പ്രശ്നം ഇവ ഉണ്ടായത് പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോളി പറയാറുണ്ട്. സ്ഥലത്ത് പറഞ്ഞപ്പോൾ നമ്മളെ മുസ്ലിയാക്കന്മാരെല്ലാം കൂടിയും ഇറങ്ങി. എന്താ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാഗുരുത്തം കെട്ട കുട്ടിയാണെന്നും ബാപ്പ മരിച്ചത് അങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു. പണ്ട് കാസറ്റിൽ തുടങ്ങി. കാസറ്റ് ഇത് മാത്രമല്ല അർത്ഥം. ഇത് നമ്മളുടെ വീക്ഷണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം മോശപ്പെട്ട കുട്ടി വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താ, നമുക്കൊരു കുട്ടി ജനിച്ചിട്ട് കച്ചവടമൊക്കെ ഉഷാറായ ഞങ്ങൾ എന്ത് പറയും? ഒരു കുട്ടി ജനിച്ചതിന് ശേഷം കച്ചവടമൊക്കെ പൊളിഞ്ഞും പോയാൽ ഞങ്ങൾ എന്ത് പറയും? ഈ ചെക്കൻ ഉണ്ടായതിന്റെ ശേഷമാണ് ഇതെല്ലാം പൊളിഞ്ഞത്. അതെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന കാരുണ്യത്തിന്റെ കടലിനെ, പ്രപഞ്ചത്തിന്റെ തിങ്കള്, ലോകത്തിന്റെ സത്യനെ, സത്യത്തിന്റെ വിത്തിനെ, സമാധാനത്തിന്റെ മുത്തിനെ ദജ്ജാലിനോട് ഉപമിക്കുന്ന കേരളക്കരയിലുള്ള മുജാഹിദ് പ്രസ്ഥാനക്കാർ, ഇവർക്ക് താക്കീതാണ് വർഷം തോറും നടക്കുന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനങ്ങൾ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെറുമൊരു സാധാരണ മനുഷ്യനായി, പച്ചയായ സാധാരണക്കാരനായി ഇന്ന് കേരളക്കരയിലുള്ള നവീന ചിന്താഗതിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുക, കേരളക്കരയിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു തലവൻ തന്നെ റസൂലുള്ളാഹിനെ പച്ചയായ മനുഷ്യനെന്ന് വിളിച്ചു പറയുന്നത്. പച്ചയായ ഒരു മനുഷ്യൻ, ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായി ജനിച്ച്, മനുഷ്യനായി വളർന്ന്, മനുഷ്യനായി പ്രവർത്തിച്ച്, മനുഷ്യനായി ചിന്തിച്ച്, മനുഷ്യനായി മരിച്ച മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി. ഇനിയും കഴിഞ്ഞില്ല, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന മദീന, പുണ്യ മദീന, ഈത്തപ്പനയോലകളുടെ മർമരമുള്ള മുന്തിരിപ്പൂവള്ളികളുടെ സാമീപ്യമുള്ള അനുഗ്രഹീത റൗളയുടെ അകത്തളത്തിലിരുന്ന് ലോകത്തെ കോടാനക്കോടി വരുന്ന മുസ്ലിമീങ്ങളുടെ ഹൃദയാന്തർഭാഗത്ത് ശാന്തിയുടെ കുളിർമഴ പെയ്യിപ്പിക്കുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പൊന്നാര നബി അന്തിയുറങ്ങുന്ന പുണ്യ മദീന, ആ പച്ചക്കുബ്ബയുടെ അടിവാരം ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും സമാധാന കേന്ദ്രമാണ്, ശാന്തിയുടെ കേന്ദ്രമാണ്. ആ പച്ചക്കുബ്ബ, റസൂലുള്ള അന്തിയുറങ്ങുന്ന പച്ചക്കുബ്ബ കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനക്കാർ ഇടിച്ചു നിരപ്പാക്കണമെന്നാണ് ഇന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് കേരളക്കരയിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലവൻ അദ്ദേഹം തന്നെ പറയുന്നു, ഹബീബായ റസൂലുള്ളാഹിന്റെ റൗദാ ശരീഫ് തച്ചു തകർക്കാൻ സൗദി ഗവൺമെന്റിന് ധൈര്യം കാണിക്കാത്തത് കേരളക്കരയിലുള്ള മുസ്ലിമീങ്ങളെ പേടിച്ചിട്ടാണ്. അവർ സൗദിയുടെ മണ്ണിൽ വന്ന് റസൂലുള്ളാഹിന്റെ റൗദാ ശരീഫിന്റെ സമീപത്ത് വന്നിട്ട്, ആ പൊന്നാര നബിയുടെ ഹദറത്തിൽ വന്നിട്ട്, അതാ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾ ആത്മഹത്യ ചെയ്യുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് പോലും റസൂലുള്ളാഹിന്റെ റൗദാ ശരീഫ് സൗദി ഗവൺമെന്റ് തകർക്കാത്തതെന്ന് വിളിച്ചു പറയുന്ന മുജാഹിദ് പുരോഹിതനെ നിങ്ങളൊന്ന് കാണുക. റസൂലുള്ളാഹിന്റെ ഖബർ പൊളിക്കുമെന്ന് പറയുന്ന, കുബ്ബ പൊളിക്കുമെന്ന് പറഞ്ഞ മൗലവിയതോ, അത് പൊളിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ടോ. സഹാബികളെ പൊളിക്കാത്ത, അല്ല സൗദി ഗവൺമെന്റ് അത് പൊളിക്കാത്ത എന്താണെന്നറിയോ? അതിന്റെ പേരിൽ കുറെ ആളുകള് സൗദി കോൺസുലേറ്റിന് മുമ്പിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ നിൽക്കും. റസൂലുള്ളാഹിന്റെ ഖബർ പൊളിക്കണോന്നും പറഞ്ഞിട്ട് കുറെ എണ്ണം മരിക്കും. അങ്ങനെ മരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറെ മുസ്ലിമീങ്ങൾ വിവരം കെട്ട ഖൗമിന്റെ പേര് ഇളക്കി വിടുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് സൗദി ഗവൺമെന്റ് അത് അവിടെ അങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. അതല്ലാതെ വേറൊന്നും കൊണ്ടല്ല.
ഓ മൗലവി, ആ ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫ് തച്ച് ധരിപ്പണമാക്കാൻ സൗദി ഗവൺമെന്റ് ധൈര്യം കാണിക്കുന്നില്ല. അത് ധൈര്യം കാണിക്കാത്തതിന്റെ കാരണം നിങ്ങൾ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾ കണ്ടോളൂ, ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പൊന്നാര നബിയുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും കടന്നു വരുന്നുണ്ട്. കഴിഞ്ഞില്ല. അതേ സൗദി രാഷ്ട്രത്തിന്റെ തലവനായ അബ്ദുള്ള രാജാവ് അദ്ദേഹവും കടന്നു വരുന്നു ഹബീബിന്റെ ഹദ്റത്തിലേക്ക്, പൊന്നാര നബിയുടെ റൗളയുടെ സമീപത്തേക്ക്. എന്നിട്ട് ആ സൗദി രാജാവും വിളിച്ചു പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ ജദ്ദൽ ഹസനി വൽ ഹുസൈൻ എന്ന് പൊന്നാര നബിക്ക് സലാം പറയുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ റൗള ശരീഫിന്റെ സമീപത്ത് നിന്നിട്ട് ആ അബ്ദുള്ള രാജാവ് അടക്കമുള്ള സൗദിയിലെ മുഴുവൻ രാജാക്കന്മാരും ആ റസൂലുള്ളാഹിന്റെ പൊന്നാര ശരീരം മറമാടപ്പെട്ട റൗളയുടെ സവിധത്തിൽ വന്നിട്ട് അതാ കൈയുയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കും മനസ്സിലായി ലോകത്തിന്റെ ഗുരു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ മദീനയുടെ മടിത്തട്ടിൽ അന്തിയിറങ്ങുന്ന പൊന്നാര നബി ഇന്നും ഖബറിടത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇന്നും റസൂലുള്ളാഹി ഈ മദീനയുടെ മടിത്തട്ടിൽ അന്തിയിറങ്ങുന്ന പൊന്നാര നബി ഇന്നും ലോകത്തിന്റെ മണ്ണിലുള്ള വിശ്വാസികൾക്ക് മുഴുവനും കേന്ദ്രബിന്ദുവാണെന്ന് സൗദി രാജാവിന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ സൗദി ഭരണകൂടത്തിന് മനസ്സിലായിട്ടുണ്ട്. കേരളക്കരയിലുള്ള മുജാഹിദ് പ്രസ്ഥാനമെന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മാത്രം റസൂലുള്ളാഹിനെ തിരിച്ചറിഞ്ഞിട്ടില്ല, പൊന്നാര ഹബീബിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങൾ കാണുക, സൗദി രാഷ്ട്രത്തിന്റെ ഭരണാധിപനായ അബ്ദുള്ള രാജാവും അവിടെയുള്ള മന്ത്രിമാരും ലോകഗുരു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ തിരുഹദ്റത്തിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് കൈയുയർത്തി പ്രാർത്ഥിക്കുന്നു, റസൂലുള്ളാഹിനോട് ദുആ ചെയ്യുന്ന രംഗം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒന്ന് കാണുക. സുഹൃത്തുക്കളെ, അങ്ങനെ കാരന്തൂർ സുന്നി മർക്കസു സഖാഫത്ത് സുന്നിയുടെ കീഴിൽ സാംസ്കാരിക കൈരളിയുടെ മണ്ണിൽ അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം നടത്തുന്നു. ഹബീബായ റസൂലുള്ളാഹിനെ നിസാരപ്പെടുത്തുന്ന, നികൃഷ്ടരാക്കി ചിത്രീകരിക്കുന്ന ഈ ദുശക്തികൾക്കെതിരെ പടപൊരുതിക്കൊണ്ട് സഖാഫികൾ കൈരളിയുടെ മണ്ണിൽ ഈ നവീന ചിന്താഗതിക്കാരുടെ പൊള്ളത്തരങ്ങളെ തുറന്നു കാണിക്കുന്നു. നിങ്ങൾക്കറിയില്ലേ, കേരളക്കരയിൽ ഇസ്ലാമിക വിപ്ലവത്തിനു നേതൃത്വം കൊടുക്കുന്ന അഭിവന്ദ്യരായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, ആ ഉസ്താദ് അവർകൾ കേരളക്കരയിൽ ഇത്തരത്തിലുള്ള നവീന ചിന്താഗതിക്കാർക്കെതിരെ ശക്തമായി രംഗത്തിറങ്ങിയപ്പോൾ 1999 നവംബർ മാസത്തില് മുജാഹിദ് പ്രസ്ഥാനം അവരുടെ മുഖപത്രമായ അൽ ഇസ്ലാഹ്, ആ അൽ ഇസ്ലാഹിന്റെ പുറംചട്ടയിൽ ഒരു കാർട്ടൂൺ വരച്ചു. അതിലതാ കാന്തപുരം ഉസ്താദ് ഒരു രഥത്തിന്റെ ഉള്ളിൽ സമസ്തയുടെ അർദ്ധചന്ദ്ര നക്ഷത്ര കുബ്ബാങ്കിത ഹരിതധവള കുങ്കുമ ത്രിവർണ പതാക പിടിച്ചിരിക്കുന്നു. അതിന്റെ പിന്നിലതാ സുന്നികൾ കാന്തപുരം ഉസ്താദിന്റെ രഥം കേരളത്തിന്റെ മണ്ണിൽ ഇങ്ങനെ ഉന്തി നീക്കുകയാണ്. അതിനടിയിലായി കുറെ ആളുകൾ ചതഞ്ഞരയുന്ന രംഗം കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനക്കാർ 1999 നവംബർ മാസത്തിലെ അൽ ഇസ്ലാഹിൽ പുറംചട്ടയിൽ അവർ വരച്ചുണ്ടാക്കി. ആരൊക്കെയാണ് ചതഞ്ഞരയുന്നത്? ഒന്ന്, മുജാഹിദ് താടി വെച്ച കുറെ മൗലവിമാര് കാന്തപുരം ഉസ്താദിന്റെ ടയറിനടിയിൽ കിടന്ന്, വാഹനത്തിലടിയിൽ കിടന്ന് ചതഞ്ഞരയുന്നു. 2, ജമാഅത്തെ ഇസ്ലാമി. 3, തബ്ലീഗ് ജമാഅത്ത്. അതേ സാംസ്കാരിക കൈരളിയുടെ മണ്ണിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദജ്ജാലിനോട് ഉപമിച്ച ആ പൊന്നാര നബിയെ പച്ചയായ മനുഷ്യനെന്ന് വിളിച്ചു പറഞ്ഞ, അതുപോലെ റസൂലുള്ളാഹിന്റെ റൗള ശരീഫ് തച്ച് ധരിപ്പണമാക്കണമെന്ന് പറയുന്ന വഹാബികൾ
വഹാബികൾക്കെതിരെ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ശബ്ദിച്ച കാന്തപുരം ഉസ്താദ്, ആ ഉസ്താദിന്റെ ആദർശത്തിൽ പടുതുയർത്തിയ വാഹനം കേരളത്തിന്റെ മണ്ണില് മുന്നോട്ട് ഗമിക്കുമ്പോൾ അതിനിടയിൽ കിടന്ന് ചതഞ്ഞരയുന്നത് വഹാബികളല്ലേ, മുജാഹിദുകളല്ലേ, ജമാഅത്തെ ഇസ്ലാമിക്കാരല്ലേ, തബ്ലീഗ് ജമാഅത്തുകാരല്ലേ? അതവർ തന്നെ തുറന്നു സമ്മതിച്ചിട്ടില്ലേ? 999 നവംബർ മാസത്തിലെ അൽ-ഇസ്ലാഹിലൂടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് തന്നെ പറയുന്നു, കേരളക്കരയിൽ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ അറിയപ്പെടുന്ന ഒരേ ഒരു മുസ്ലിം പണ്ഡിതനുണ്ടെങ്കിൽ അത് അഭിവന്ദ്യനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദാണെന്ന്. അതാ മുജാഹിദ് പുരോഹിതം പറയുന്നത്, നിങ്ങളൊന്ന് കേൾക്കൂ. പ്രവാചകന്മാരുടെ പ്രബോധനം ഖുർആനിലൂടെ വരച്ചു കാണിച്ച കേസിയുടെ പുസ്തകത്തിൽ ആ വിലാപം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വിലാപം നമ്മൾ പ്രബോധനത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളിൽ ആ വിലാപം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ വിലാപം എന്ന് പറയുന്നത്, ലോകത്തെവിടെയെങ്കിലും ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിട്ട് ആ പ്രവാചകനെ അറിയാത്ത ഒരു മനുഷ്യരും ആ നാട്ടിൽ, അതായത് ആ പ്രവാചകൻ അറിയാത്ത ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല ആ നാട്ടിൽ. ഒരു പ്രവാചകൻ വന്നാൽ ആ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും മുഴുവൻ മേലാളന്മാരുടെയും മുഴുവൻ പ്രമാണിമാരുടെയും മുഴുവൻ ചെറ്റക്കുടിലുള്ളവരുടെയും മുഴുവൻ രാജകൊട്ടാരത്തിലുള്ളവരുടെയും ചർച്ച ആ പ്രവാചകന്മാരെ കുറിച്ചായിരുന്നു. നമ്മളെ കുറിച്ച് ആർക്കറിയാം? ഇസ്ലാമിക സംഘടനകളെ കുറിച്ച് ആർക്കറിയാം? കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചെന്നാൽ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഒരു പക്ഷേ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം. അതേ മുഴുവൻ രാഷ്ട്രീയ നായകന്മാർക്കും മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ഇന്ന് ഇന്ത്യയിലുള്ളൂ, അത് മഹാനായ കാന്തപുരം ഉസ്താദ് മാത്രമാണെന്ന് വിലപിച്ച ഓ മൗലവി, നിങ്ങൾ കാണുക. ബഹുമാനപ്പെട്ട ഉസ്താദിനെ പരിചയപ്പെടുന്നത് 10-15 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഒരു അറബി സഹോദരൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ മണിക്കൂറുകളോളം കാത്തിരുന്ന് സംഭാവനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം AP ഉസ്താദിൻ്റെ മുഖം ഇന്നും എനിക്ക് ഓർമ്മിക്കുന്നു. ഇത് ഞാൻ പറയാൻ കാരണം, ഇവിടെ അമ്പലച്ചുംബികളായ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുമ്പോൾ ഈ രാജ്യത്തിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സാംസ്കാരികവും ആത്മീയവും മാനസികവുമായി നിങ്ങളെ ഉയർത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി നിങ്ങളെ ഉയർത്താൻ വേണ്ടി ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ധരിച്ചു വെക്കരുത് അറബി നാടിൽ നിന്ന് കാശ് കൊട്ടക്കണക്കിന് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടുവരികയാണെന്നല്ല. ഓരോ അറബി സഹോദരന്മാരുടെ ഓഫീസിൻ്റെ മുന്നിലും വീടിൻ്റെ മുന്നിലും മണിക്കൂറുകളോളം കാത്തിരുന്നു കൊണ്ട് അവരെ മർക്കത്തു സക്കാഫത്ത് സുന്നിയെക്കുറിച്ചും ഈ രാജ്യത്തിലെ സുന്നി പ്രസ്ഥാനത്തെക്കുറിച്ചും ഈ രാജ്യത്തിലെ പാവപ്പെട്ടവരുടെ ദൈനംദിന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ പെട്ടിയിൽ കിടക്കുന്ന കാശ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് വളരെ എളുപ്പമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ആ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും മുഴുവൻ മേലാളന്മാരുടെയും മുഴുവൻ പ്രമാണിമാരുടെയും മുഴുവൻ ചെറ്റക്കുടിലുള്ളവരുടെയും മുഴുവൻ രാജകൊട്ടാരത്തിലുള്ളവരുടെയും ചർച്ച ആ പ്രവാചകന്മാരെ കുറിച്ചായിരുന്നു. നമ്മളെ കുറിച്ച് ആർക്കറിയാം? ഇസ്ലാമിക സംഘടനകളെ കുറിച്ച് ആർക്കറിയാം? കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചെന്നാൽ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഒരു പക്ഷേ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം. കാന്തപുരം ഉസ്താദിനെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച മുഴുവൻ രാഷ്ട്രീയ നായകന്മാരും അടുത്തറിഞ്ഞു, മുഴുവൻ പണ്ഡിതന്മാരും അടുത്തറിഞ്ഞു. കേരളക്കരയിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിലുള്ള രാഷ്ട്രീയ നായകന്മാര് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മുഴുവൻ ആളുകൾക്കും ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ഒരേ ഒരു പ്രതിനിധിയെ അറിയൂ, അത് മഹാനായ കാന്തപുരം ഉസ്താദ് മാത്രമാണ്. നിങ്ങൾ കാണുക, കേരളക്കരയിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ ശ്രീമാൻ ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹം കാന്തപുരം ഉസ്താദിനെ അടുത്തറിഞ്ഞു, അദ്ദേഹം സുന്നി മർക്കസിനെ അടുത്തറിഞ്ഞു. ആ ഉമ്മൻചാണ്ടി സാറ് കാന്തപുരം ഉസ്താദിനെ കുറിച്ചും മർക്കസിനെ കുറിച്ചും പറയുന്നത്, ഓ വിലപിക്കുന്ന മൗലവിമാരെ നിങ്ങളൊന്ന് കണ്ടോളൂ. എനിക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടുന്നതിനും പല പരിപാടികളിലും സഹകരിക്കുന്നതിനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്യുന്ന ഒരു വലിയ സേവനം, അത് വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും ആധ്യാത്മിക രംഗത്തും അദ്ദേഹം ചെയ്യുന്ന വലിയ സംഭാവനകൾ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്.
അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ മുസ്ലിം സമുദായത്തിൻ്റെ പല വിധത്തിലുള്ള ഉന്നമനത്തിന്, മനുഷ്യ നന്മയും സമുദായ സൗഹാർദ്ദവും അതിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്, അഭിനന്ദനീയമാണ്. ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. ഞാൻ അധികാരത്തിലുണ്ടെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും എല്ലാം അദ്ദേഹം ഒരേ നിലയിലാണ് അദ്ദേഹം ഞങ്ങളോടൊക്കെ പെരുമാറിയിട്ടുള്ളത്. ആ സ്നേഹത്തിനും വാത്സല്യത്തിനും ധാരാളം വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഞാൻ എപ്പോഴും കൃതജ്ഞതയോടുകൂടി സ്മരിക്കുന്നു. ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഒരു പക്ഷേ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം. ഇനിയതാ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറയുന്നു. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ആര്യാടൻ മുഹമ്മദ് സാർ, അദ്ദേഹത്തിനും പറയാനുള്ളത് കാന്തപുരം ഉസ്താദിനെ കുറിച്ചാണ്, ഉസ്താദിന്റെ സേവനങ്ങളെ കുറിച്ചാണ്, മർക്കസിനെ കുറിച്ചാണ്. അദ്ദേഹം അതാ കാര്യം തുറന്നു പറയുന്നതും നിങ്ങൾ കേൾക്കൂ. ഇവിടെ ഉണ്ടായ വസ്തുത നാം കാണുന്ന ടെക്നോളജി, അതുപോലെ മതം, അതുപോലെ തന്നെ നമ്മുടെ ഭൗതികമായ വിദ്യാഭ്യാസം, ഇതെല്ലാം കൂട്ടിക്കലർത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി ഈ മലബാറില് അല്ലെങ്കിൽ കേരളത്തില് മുസ്ലിമീങ്ങളുടെ മുമ്പിൽ വെക്കാൻ കഴിഞ്ഞ ഏക സ്ഥാപനം ഈ സ്ഥാപനമാണ് എന്നുള്ള കാര്യം. അതാണ് നാം കാണേണ്ടതായ വസ്തുത. നമുക്ക് നീതി, ശാന്തി, സമാധാനം, ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇതെല്ലാം ഉണ്ടായാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. അത് ഉണ്ടാവണമെങ്കിൽ വർഗീയതക്കും തീവ്രവാദത്തിനും എതിരായി നമുക്ക് പോരാടാൻ സാധിക്കണം. അതിനുവേണ്ടി കഴിഞ്ഞ 3-4 വർഷക്കാലത്തിനുള്ളിൽ ഞാൻ നോക്കുകയാണ് ഏത് മുസ്ലിം സംഘടനയാണ് ചെയ്യുന്നത് എന്ന്. അത് ചെയ്ത ഏക സംഘടന ഈ AP ഉസ്താദിന്റെ സംഘടന മാത്രമാണ്. അതുമായി നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾക്കുള്ളൊരു സവിശേഷത, നിങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വാലല്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും. അതുകൊണ്ട് ഈ സമുദായത്തിനെ ഈ വർഗീയവാദികളിൽ നിന്ന്, തീവ്രവാദികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇനി കോൺഗ്രസിന്റെ നേതാവായ MI ഷാനവാസ്, വയനാട് MP ആയ MI ഷാനവാസ്, അദ്ദേഹം സഖാഫികൾ പറയുന്നതിനേക്കാൾ ഉപരിയായി കൊണ്ട് പറയുന്നു, കാന്തപുരം ഉസ്താദ് തൊട്ടതൊക്കെ പൊന്നാക്കുന്ന ഒരു വ്യക്തിയാണ്. കാന്തപുരം ഉസ്താദ് കഴിഞ്ഞില്ല, കാന്തപുരം ഉസ്താദ് കണ്ണടച്ച് തുറക്കുന്നത് പോലെയുള്ള മാറ്റങ്ങളാണ് സാംസ്കാരിക കൈരളിയുടെ മണ്ണിൽ നടത്തുന്നത്. ഇത് തുറന്നു പറഞ്ഞത് മർക്കസു സഖാഫത്ത് സുന്നയിൽ നിന്ന് പഠിച്ച MI ഷാനവാസ് അല്ല, മർക്കസു സഖാഫത്ത് സുന്നയിൽ നിന്ന് സഖാഫി ബിരുദം കരസ്ഥമാക്കിയ MI ഷാനവാസ് അല്ല, മറിച്ച് കേരളക്കരയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ തലവനും ഇപ്പോഴത്തെ വയനാട് MP-യുമായ MI ഷാനവാസാണ് കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറയുന്നത്. ഓ വിലപിക്കുന്ന മൗലവിമാരെ, നിങ്ങളൊന്ന് കേട്ടോളൂ. ഈ സമൂഹത്തിൽ, ഈ സമുദായത്തിന് പ്രകാശമായി നിലനിൽക്കുന്ന മഹത്തായ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാണ് AP ഉസ്താദ് അവർകൾ. തൊട്ടതൊക്കെ പൊന്നാക്കി ചെല്ലുന്ന മേഖലകളിലൊക്കെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഉള്ള പ്രചാരണം നടത്തുന്നതോടൊപ്പം ഈ സമൂഹത്തെ ഒന്നായി കാണാൻ, മതവൈരി കൂടാതെ ഈ സമൂഹത്തെ ഒരുമിപ്പിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമം എത്ര ശ്ലാഘനീയമാണെന്ന് പറഞ്ഞാലും മതിയാവുകയില്ല. സർവമത മൈത്രിക്ക് വേണ്ടി അദ്ദേഹം ഉയർത്തുന്ന അദ്ദേഹത്തിന്റെ പണ്ഡിത ശ്രേഷ്ഠമായ സമരം, അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ ഈ രാജ്യത്തിന് മുഴുവൻ മാതൃകയാണ്. ഒരു പാവപ്പെട്ട സമുദായത്തെ ഉയർത്തുവാൻ അദ്ദേഹം നടത്തിയ സംഭാവനകൾ അവിസ്മരണീയമാണ്. ഓരോ ദിവസവും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വളരുന്ന ഒരു പ്രസ്ഥാനമുണ്ട് എങ്കിൽ AP ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ്. കണ്ണടച്ച് തുറക്കുന്നത് പോലെ വളർച്ചയാണത്. എത്രയോ ആളുകളാണ് മർക്കസിൽ വന്നു പോകുന്നത്. അത്ഭുതപ്പെട്ടു പോകും. തിരക്കിന്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം
ഞാൻ അദ്ദേഹത്തിന്റെ സമീപത്ത് ചെന്നപ്പോൾ പൂർണ്ണ അന്ധനായ ഒരു ചെറുപ്പക്കാരൻ വരികയാണ് ജോലിക്ക് വേണ്ടി. ആ വലിയ തിരക്കിന്റെ ഇടയും ക്ഷമയോടുകൂടി കണ്ണ് കാണാത്തവന്റെ തലയിലേക്ക് തലോടി അവനെ ആശ്വസിപ്പിച്ച് അവന് പ്രതീക്ഷകൾ കൊടുത്ത് അവന് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ ഏൽപ്പിച്ചപ്പോൾ കാണാത്ത എപ്പോഴും ഇരുട്ട് കാണുന്ന ആ കണ്ണിലെ പ്രകാശമായി AP ഉസ്താദ് അവരുകള് മാറുന്നതിന്റെ ദൃക്സാക്ഷിയായി ഞാൻ കണ്ടു. എല്ലാത്തിനേക്കാൾ ഉയരത്തിൽ നിന്നുകൊണ്ട് യഥാർത്ഥ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങളെ ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ലോകത്തിന് മുഴുവൻ ഉത്തുംഗ മാതൃകയായ മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സന്ദേശങ്ങൾ ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു മഹത്തായ കർമ്മമാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ടീമുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന ഈ നേതൃത്വം, അവിടെ ഇരിക്കുന്ന ഈ നേതൃത്വം, എന്തൊരു വലിയ വ്യക്തിപ്രഭാവങ്ങളാണത്. മതസ്പർദ്ധ ഉണ്ടാക്കുവാനല്ല ഉസ്താദ് പഠിപ്പിച്ചിരിക്കുന്നത്. 10,000-കണക്കിന് ശിഷ്യഗണങ്ങൾ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. 1000-കണക്കിന് പള്ളികളുടെ മെമ്പറുകളിൽ നിന്ന് വെള്ളിയാഴ്ച അവരുടെ ശബ്ദം കേൾക്കുന്നു. എല്ലാ ഭാഗങ്ങളിലും പല സ്റ്റേജുകളിൽ അവരുടെ പ്രഖ്യാപനങ്ങൾ കേൾക്കുന്നു. യഥാർത്ഥ രീതിയിൽ ഈ സമൂഹത്തെ കാണുന്നു, സ്നേഹിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് കാണുന്ന പ്രത്യേകത എന്താണെന്നറിയാമോ? ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല. എത്ര വിമർശിച്ചവരും എത്ര എതിർത്തവരും മുമ്പിൽ ചെന്നാലും സ്നേഹത്തോടുകൂടി അവരെ പരിചരിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള ആ മനസ്സുണ്ടല്ലോ, അതെവിടുന്ന് കിട്ടിയെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പിൻഗാമിയിൽ നിന്നും. കേരളത്തിന്റെ ഐശ്വര്യമാണ്, ഇത് വളരട്ടെ. ഞാനിതാ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലെ ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു. ഹിയർ ഈസ് കാന്തപുരം AP അബൂബക്കർ ഉസ്താദ്. When comes one another, ഇതുപോലൊരാൾ എന്ന് വരും. ഈ സിംഹാസനത്തിൽ ഇരിക്കുവാൻ യോഗ്യതയുള്ള ആരും ഇനി ഉണ്ടാവില്ല. അതാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം. ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് നയിക്കുവാനും ഈ സമൂഹത്തിന്റെ ചൈതന്യമായി ശക്തിയായി പോകുവാനും അല്ലാഹു അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുക്കട്ടെ. ഇനിയതാ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് കോൺഗ്രസിന്റെ നേതാവ് തന്നെയായ രമേശ് ചെന്നിത്തല പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. അദ്ദേഹം സ്വീകരിക്കുന്ന സമീപനം മതേതരത്വത്തിന്റെ ഉജ്ജ്വലമായ വസ്തുതകൾ നിറഞ്ഞ സമീപനമാണ്. കാന്തപുരം ഉസ്താദ് എടുക്കുന്ന തീരുമാനം മത തീവ്രവാദത്തിനും അസഹിഷ്ണുതയ്ക്കുമെതിരെയുള്ള സിംഹഗർജനമായിട്ടാണ് ഞാനതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വർഗീയത വളർന്നു വരുന്നു. കാന്തപുരം ഉസ്താദിന് രമേശ് ചെന്നിത്തലയാണ് ഏറ്റവും അടുത്തയാള് എന്നുണ്ടെങ്കിൽ അത് വർഗീയത അദ്ദേഹത്തിന്റെ മനസ്സിലോ പ്രവൃത്തിയിലോ ഇല്ല എന്ന് മറ്റാരേക്കാൾ കൂടുതൽ എനിക്ക് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും. കഴിഞ്ഞില്ല. കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഇപ്രകാരം കേരളക്കരയിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നായകന്മാർ, കോൺഗ്രസിന്റെ നായകന്മാർ പറയുമ്പോൾ ഉസ്താദുമായി സൗഹൃദം പങ്കിടാൻ ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ശ്രീമാൻ AK ആന്റണി സാർ സമയം കണ്ടെത്താറുണ്ട്. അദ്ദേഹവും വരുന്നു മർക്കസിലേക്ക്. കാന്തപുരം ഉസ്താദുമായി അതാ സൗഹൃദം പങ്കിടുകയാണ്. കഴിഞ്ഞില്ല. കേന്ദ്രമന്ത്രിയായ KV തോമസ്, അദ്ദേഹത്തിനും വരാനുള്ളത് മർക്കസിലേക്കാണ്. അദ്ദേഹത്തിനും കാണാനുള്ളത് കാന്തപുരം ഉസ്താദിനെയാണ്. കഴിഞ്ഞില്ല. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ മുല്ലപ്പള്ളി സാർ, അദ്ദേഹവും വരികയാണ് മർക്കസിലേക്ക്. എന്നിട്ട് കാന്തപുരം ഉസ്താദുമായി സൗഹൃദം പങ്കിടുകയാണ്. കഴിഞ്ഞില്ല. മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോഴത്തെ MP-യുമായ ശശി തരൂർ, അദ്ദേഹത്തിനും കാണാനുള്ളത് കാന്തപുരം ഉസ്താദിനെയാണ്. ഉസ്താദുമായി സൗഹൃദം പങ്കിടുകയാണ്. ഇങ്ങനെ കോൺഗ്രസിന്റെ നായകന്മാർ ഒരു ഭാഗത്ത് കാന്തപുരം ഉസ്താദുമായി സൗഹൃദം പങ്കിടുക,
പങ്കിടുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിലപിച്ച മൗലവിമാരെ, ഇനിയതാ ഇപ്പോൾ ഭരണസിരാ കേന്ദ്രത്തിലിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ശ്രീമാൻ VS അച്യുതാനന്ദൻ സാർ, അദ്ദേഹത്തിനും കാന്തപുരം ഉസ്താദുമായി ബന്ധമുണ്ട്. അദ്ദേഹവും വരുന്നുണ്ട് മർക്കസിലേക്ക്. അദ്ദേഹവും പറയുന്നുണ്ട് കാന്തപുരം ഉസ്താദിനെ കുറിച്ച്. നിങ്ങളൊന്ന് കേൾക്കുക. അച്യുതാനന്ദൻ സാർ മർക്കസിലേക്ക് വരുന്നതും മർക്കസിൽ വന്നിട്ട് മർക്കസിനെ കുറിച്ചും കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറയുന്നതും നിങ്ങളൊന്ന് കേൾക്കുക. മലയാള മണ്ണിൽ സേവന വിപ്ലവത്തിന്റെ വേറിട്ട മാതൃകകൾ തീർത്ത സുന്നി മർക്കസിന്റെ ചലനങ്ങൾ നേരിട്ടറിയുന്നതിന് കേരള ഭരണസാരഥി വന്നെത്തിയത് സമ്മേളനത്തിന്റെ അവിസ്മരണീയ മുഹൂർത്തങ്ങളിലൊന്നാണ്. ഷേഖുന കാന്തപുരം ഉസ്താദും നേതാക്കളും അഭിവന്യ മുഖ്യമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമൊരുക്കി. നിരാലംബരും ഹതാശരുമായ വൃദ്ധർക്കും കുട്ടികൾക്കും സ്നേഹത്തിന്റെ ജീവിത മധുരം നൽകുന്ന മർക്കസ് സ്നേഹതീരം പദ്ധതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ വിദ്യാഭ്യാസ രംഗത്തും അനാഥരുടെ സംരക്ഷണത്തിനും കാരന്തൂർ മർക്കസ് വഹിക്കുന്ന പങ്ക് ശ്രദ്ധേയമാണ്. സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നണിയിലായിരുന്ന മുസ്ലിം സമുദായത്തെ വിദ്യാഭ്യാസ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് മർക്കസ് വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇനി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ സാർ കാന്തപുരം ഉസ്താദിനെ കുറിച്ചും മർക്കസിനെ കുറിച്ചും പറയുന്നത്. കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതിക്ക് തന്നെ സഹായകമാകുന്ന ഒരു പ്രധാനപ്പെട്ട സംരംഭമായിട്ടാണ് മർക്കസിന്റെ പ്രവർത്തനത്തെ ഇന്നത്തെ സമൂഹം നോക്കിക്കാണുന്നത്. മതേതരത്തിന് വേണ്ടിയും മതസൗഹാർദ്ദത്തിന് വേണ്ടിയും സാമുദായിക മൈത്രിക്ക് വേണ്ടിയിട്ടുമുള്ള പതാക ഉയർത്തിപ്പിടിക്കുവാൻ മർക്കസിന് സാധിച്ചു എന്നതാണ് മർക്കസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാമുദായിക സ്പർദ്ധക്കിടവരുത്തുന്ന ഒരു സംഭവത്തിലും മർക്കസോ അതിൽ ഉൾപ്പെടുന്നവരോ പങ്കാളികളായി എന്നൊരാക്ഷേപം നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടില്ല. സ്വന്തം മതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ അത് പ്രചരിപ്പിക്കുന്നതിനും ആ മതവിശ്വാസത്തിനനുസരിച്ചുകൊണ്ട് സ്വന്തം മത അനുയായികളെ ജീവിതചര്യയിലേക്ക് കൊണ്ടുവരുന്നതിനും മർക്കസ് വളരെയധികം പരിശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. മർക്കസ് എന്ന സ്ഥാപനം പടുത്തുയർത്തുന്നതിനും ധാരാളം പേരെ മർക്കസിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനും മതപഠനം ചെയ്യിക്കുന്നതിലുമെല്ലാം അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ കാന്തപുരം അബൂബക്കർ മുസലിയാർ നേതൃത്വപരമായ പങ്കാണ് കഴിഞ്ഞ കാലത്തൊക്കെ വഹിച്ചു വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് വലിയൊരു ശിഷ്യസമ്പത്തിനെ നമ്മുടെ കേരളത്തിനകത്ത് ഉണ്ടാക്കാൻ സാധിച്ചു. ദേശീയ തലത്തിലും ഇന്ന് മുസ്ലിം ലോകത്തും അദ്ദേഹം വളരെയധികം അംഗീകാരം നേടുകയും അറബ് രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തിന് വളരെയധികം അനുയായികളെ സൃഷ്ടിക്കുവാനും അദ്ദേഹത്തിൻ്റെ വാഗ് വൈഭവവും അദ്ദേഹത്തിൻ്റെ വിവിധ ഭാഷാ പാണ്ഡിത്യവും കൊണ്ട് സാധിച്ചിട്ടുണ്ട്. മതപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം, പണ്ഡിതോചിതമായി സ്വീകരിക്കുന്ന നിലപാട്, ഇതിനെല്ലാം ഫലമായിട്ട് മറ്റ് പലരിൽ നിന്നും അദ്ദേഹത്തെ വേർതിരിച്ച് നിർത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഏറ്റവും നല്ല ഒരു സംഘാടകൻ കൂടിയാണ് ശ്രീ അബൂബക്കർ മുസലിയാർ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അത്തരത്തിലൊരു സംഘടനാ കഴിവ് കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് മർക്കസിനെ ഇത്തരമൊരു ഉയരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുമായിരുന്നില്ല. അത്തരത്തിലുള്ള അനിതര സാധാരണമായൊരു സംഘടനാ പാടവം കൂടി അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനം വഴി തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ പലപ്പോഴും മതപരമായിട്ടുള്ള വൈര്യങ്ങൾ ഉടലെടുക്കുമ്പോഴും സാമുദായികമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോഴും വർഗീയ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോഴും മതസൗഹാർദ്ദത്തിന് വേണ്ടി രംഗത്തിറങ്ങുവാൻ ശ്രീ കാന്തപുരം അബൂബക്കർ മുസലിയാർ എപ്പോഴും നേതൃത്വപരമായ പങ്ക് വഹിച്ച് ഇടപെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം അനുയായികളുള്ള ഒരു സ്ഥാപനത്തെയും ഒരു സംവിധാനത്തെയും ഉണ്ടാക്കാൻ സാധിച്ച ശ്രീ കാന്തപുരം അബൂബക്കർ മുസലിയാർക്ക് കേരളത്തിൻ്റെ പൊതുപുരോഗതിയിലും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുവാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും സാധിക്കട്ടെ എന്നീ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു.
ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഒരു പക്ഷേ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം. ഇനിയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് പിണറായി വിജയൻ സാർ, അദ്ദേഹത്തിനും കാന്തപുരം ഉസ്താദുമായി വ്യക്തിപരമായ നല്ല ബന്ധമുണ്ട്. അദ്ദേഹവും മർക്കസിലേക്ക് വരികയാണ്. കാന്തപുരം ഉസ്താദിനെ കുറിച്ചും മർക്കസിനെ കുറിച്ചും പിണറായി വിജയനും പറയാനുണ്ട്. അദ്ദേഹം തന്നെ അത് പറയുന്നത് നിങ്ങൾ കാണുക. രാജ്യത്ത് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സ്ഥാപനമാണ്. വിദ്യാഭ്യാസ രംഗത്തും സേവന രംഗത്തും ഒട്ടേറെ കാര്യങ്ങൾ മർക്കസിന് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ നല്ല നിലക്ക് തുടരാൻ കഴിയട്ടെ എന്ന് ആദ്യമായും ആശംസിക്കുകയാണ്. കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിരിക്കുന്ന NK പ്രേമചന്ദ്രൻ, അദ്ദേഹത്തിനും കാന്തപുരം ഉസ്താദുമായി ബന്ധമുണ്ട്. നിങ്ങൾ കാണുക. NK പ്രേമചന്ദ്രൻ കാന്തപുരം ഉസ്താദിനെ കുറിച്ചും മർക്കസിനെ കുറിച്ചും പറയുന്നത്. ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവர்கள், ഞാൻ വളരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മത നേതൃത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. എന്താണ് യഥാർത്ഥ ഇസ്ലാം എന്നതിനെ സംബന്ധിച്ച് സമൂഹത്തെ പഠിപ്പിക്കുന്നതിനും സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഉത്കൃഷ്ടമായ പ്രവർത്തനങ്ങളാണ് ബഹുമാനപ്പെട്ട അഭിവന്ദനായിട്ടുള്ള കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ളത്. അച്ചടക്കത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഒരു സമൂഹത്തെ പഠിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവരുടെ നേതൃത്വത്തിൽ കേരളത്തിലാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും രാജ്യാന്തര രംഗത്തും ശ്രദ്ധേയനായിട്ടുള്ള ഒരു ആത്മീയ നേതാവ് എന്ന നിലയിൽ അംഗീകാരം സിദ്ധിച്ചിട്ടുള്ള കേരളത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളിലൊന്നാണ് ബഹുമാനപ്പെട്ട അഭിനന്ദനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവർ. ഞാൻ മർക്കസ് അടക്കം ബഹുമാനപ്പെട്ട കാന്തപുരത്തിൻ്റെ രക്ഷകർതൃത്വത്തിന് കീഴിലുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അനാഥരായിട്ടുള്ള എത്തീങ്ങളായിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെ അവർക്കൊക്കെ ഭക്ഷണവും താമസ സൗകര്യവും വിദ്യാഭ്യാസ സൗകര്യവും കൊടുത്തുകൊണ്ട് ഒരു മെച്ചപ്പെട്ട സാമൂഹ്യ സേവന പ്രവർത്തനമാണ് മർക്കസ് എന്ന മഹത്തായ സാംസ്കാരിക പ്രസ്ഥാനത്തിലൂടെ കേരളത്തിന് പ്രദാനം ചെയ്യുന്നത്. ആലംബഹീനരും സാധാരണക്കാരുമായിട്ടുള്ള പാവപ്പെട്ട സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള സാമൂഹ്യമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് മർക്കസിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള വ്യക്തി വൈശിഷ്ട്യം ഞാൻ നേരത്തെ പറഞ്ഞ സംഘടനാ പാടവം തന്നെയാണ്. നമുക്കറിയാം, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഉള്ളൊരു ധാരണ എല്ലാവർക്കും. ആ ധാരണ അദ്ദേഹം തിരുത്തി കുറിച്ചു. സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്നദ്ധ സേവനത്തിൻ്റെയും സന്ദേശവാഹകരാകണം യഥാർത്ഥ സത്യവിശ്വാസ പ്രസ്ഥാനമായ ഇസ്ലാമിൻ്റെ പിൻഗാമികൾ എന്ന ആ ഒരു വിശ്വാസം, ദൗത്യം ഈ സമൂഹത്തിൽ പ്രാവർത്തികമാക്കുന്നതിൽ ഒരു പരിധിവരെ വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ മികവുറ്റ സംഘടനാ പാഠവും അചഞ്ചലമായിട്ടുള്ള വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള അർപ്പണബോധത്തോടു കൂടിയിട്ടുള്ള. ഇനി ആരാ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറയേണ്ടത്? നിങ്ങൾക്കറിയില്ലേ, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ സാരഥിയാണ്. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിന്റെ കാരണവരായിരുന്നു. വഫാത്തായ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെടുന്ന ആളായിരുന്നു. കാന്തപുരം ഉസ്താദുമായി സൗഹൃദം പങ്കിട്ട ആളായിരുന്നു. മഹാനായ പാണക്കാട് തങ്ങൾ വഫാത്താകുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ്
കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ മംഗലാപുരത്ത് പണിതുയർത്തിയ മസ്ജിദ് തഖ്വ, കാന്തപുരം ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ 2000-ഓളം വരുന്ന മസ്ജിദുകൾ പണിതുയർത്തിയിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പള്ളിയാണ് മംഗലാപുരം ജുമാ മസ്ജിദ്. ആ മംഗലാപുരം ജുമാ മസ്ജിദിന്റെ മഹത്തായ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അഭിവന്ദ്യരായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളോടും കാന്തപുരം ഉസ്താദിനോടുമൊപ്പം വേദി പങ്കിട്ടു. എന്നിട്ട് പാണക്കാട് തങ്ങൾ കാന്തപുരം ഉസ്താദിന്റെയും ഉള്ളാൾ തങ്ങളുടെയും കൂടെ നിന്ന് നിസ്കരിക്കുകയാണ്. നിങ്ങളൊന്ന് കാണുക, മഹാനായ പാണക്കാട് തങ്ങൾ കാന്തപുരം ഉസ്താദുമായി സൗഹൃദം പങ്കിടുന്നത്. ഇനിയോ സുഹൃത്തുക്കളെ, കഴിഞ്ഞ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ സമ്മേളനം നടന്നു. അതിന്റെ തൊട്ടു മുമ്പ് പാണക്കാട് തങ്ങളുടെ അടുക്കലേക്ക് മർക്കസിലെ വിദ്യാർത്ഥികൾ ചെല്ലുകയാണ്. അവർ പുറത്തിറക്കുന്ന മർക്കസുൽ ഉലൂം എന്ന സുവനീർ, ഈ സുവനീറിലേക്ക് ഒരു അഭിമുഖം വേണമെന്ന് പാണക്കാട് തങ്ങളോട് പറഞ്ഞപ്പോൾ ബഹുവന്ദ്യനായ പാണക്കാട് തങ്ങൾ ആ കുട്ടികളെ അടുത്തേക്ക് വിളിച്ചിരുത്തി. എന്നിട്ടതാ അഭിമുഖം കൊടുക്കുകയാണ്. മർക്കസ് സഖാഫത്ത് സുന്നിയുടെ കഴിഞ്ഞ സുവനീറിൽ പാണക്കാട് തങ്ങൾ അഭിമുഖം കൊടുക്കുന്നു. എന്താണ് അഭിമുഖത്തിന്റെ ഹെഡിങ്? എനിക്കും കാന്തപുരത്തിനുമിടയിൽ പ്രശ്നങ്ങളില്ല, എനിക്കും കാന്തപുരത്തിനുമിടയിൽ പ്രശ്നങ്ങളില്ല. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കും കാന്തപുരത്തിനുമിടയിൽ പ്രശ്നങ്ങളില്ല എന്ന് പാണക്കാട് തങ്ങൾ പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഭിവന്ദ്യരായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ തങ്ങളും കാന്തപുരം ഉസ്താദുമായി സൗഹൃദം പങ്കിടുന്നയാളായിരുന്നു. അപ്പോൾ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒരേ ഒരു ഇസ്ലാമിക മതപണ്ഡിതൻ അത് കാന്തപുരം ഉസ്താദായി മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയില്ലേ, ബഹുവന്ദ്യനായ കാന്തപുരം ഉസ്താദ് കൊടപ്പനക്കൽ തറവാട്ടിലെ കാരണവരായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോൾ അന്ന് കോയമ്പത്തൂരിന്റെ മണ്ണിൽ സുന്നി സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാന്തപുരം ഉസ്താദ് പെട്ടെന്ന് കേൾക്കുകയാണ് പാണക്കാട് തങ്ങൾ വഫാത്തായ വിവരം. അതാ ഉടനെ തന്റെ വാഹനത്തിൽ കയറിയിട്ട് പാണക്കാട് തങ്ങളുടെ കുടുംബത്തിലേക്ക് കോയമ്പത്തൂരിൽ നിന്ന് കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് കാന്തപുരം ഉസ്താദിന്റെ വാഹനം നീങ്ങുകയാണ്. അങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ ഇടയിലേക്ക് കാന്തപുരം ഉസ്താദ് കടന്നു വന്നിട്ട് അഭിവന്ദ്യരായ പാണക്കാട് തങ്ങളുടെ മയ്യത്തിന്റെ സമീപത്ത് വന്നിട്ട് അതാ പൊട്ടിപ്പൊട്ടി ദുആ ചെയ്യുകയാണ്, തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞില്ല, ആ പാണക്കാട് തങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് കാണുക, കാന്തപുരം ഉസ്താദ് വരുന്നു. എന്നിട്ട് പാണക്കാട് തങ്ങളുടെ സമീപത്ത് നിന്ന് ആ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗം, ആ തങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന രംഗം നിങ്ങളൊന്ന് കാണുക. اللهم جاف القبر عن ذنبيه ببركة القرآن. اللهم اهجر قبره بالنور القرآن.
اللهم اغفر له وارحمه وبارك على أهله وعياله وإخوته وأخواته وأقاربه يا أرحم الراحمين. اللهم اجمع بيننا وبينهم في دار السلام مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم اجعل قبره روضة من رياض الجنة ولا تجعل قبره حفرة من حفر النيران. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله. ശേഷം 4 മണിയോടെയായിരിക്കും ഖബറടക്കം. ഇനി അടുത്തതായി വരുന്നു ബഹുമാനപ്പെട്ട ഇ അഹമ്മദ് സാഹിബ്. മുസ്ലിം ലീഗിന്റെ സമുന്നതനായ സാരഥിയായ ഇ അഹമ്മദ് സാഹിബ് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ പണിതുയർത്തിയ പൂനൂർ ജുമാ മസ്ജിദ് നിങ്ങളൊന്ന് കാണുക. ഇ അഹമ്മദ് സാഹിബ് പള്ളി ഉദ്ഘാടനത്തിന് കടന്നു വരുന്നു. എന്നിട്ട് കാന്തപുരം ഉസ്താദിന്റെ സ്റ്റേജിൽ വെച്ച് പ്രസംഗിക്കുന്നു. നമ്മൾ ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാകാത്തതുകൊണ്ട്, നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട്, നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് അത് നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ യോഗ്യമല്ല. നമ്മൾ ഇന്നും തന്നെ ഭിന്നിപ്പിന്റെയും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും മേഖലകൾ കുറച്ചു കൊണ്ടുവരണം. ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഒത്തൊരുമിച്ച് മുന്നേറ്റത്തിന്റെയും മേഖലകൾ നമ്മൾ വിശദീകരിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. സുന്നത്ത് ജമാഅത്തിന്റെ പഴയകാല നേതാക്കന്മാരും അവരുടെ പിൻഗാമികളായി ഇപ്പോഴുള്ള ആളുകളും ഈ വസ്തുത വിസ്മരിക്കാതിരിക്കൂടാ. ആ സുന്നത്ത് ജമാഅത്തിന്റെ ആ പൗരാണിക നേതാക്കന്മാരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് സമുദായത്തിലെ ഈ പുതിയ തലമുറക്ക് ദീനിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുണ്ടാക്കിയ മദ്രസകൾ, അവരുണ്ടാക്കിയ പ്രവർത്തനങ്ങൾ, അവരുണ്ടാക്കിയ ആ കാര്യങ്ങളിൽ നിന്ന് ഖുർആനും ദീനിനെയും പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്. നമ്മൾ കൂട്ടായി നിൽക്കണം, നമ്മൾ ഒന്നിച്ച് നിൽക്കണം, ഒന്നിച്ച് മുന്നേറണം, ഒന്നിച്ച് ചിന്തിക്കണം. ഞങ്ങളുടെ ശത്രു ആരാണെന്ന് വെച്ചാൽ ഈ സമുദായത്തിന്റെ ഐക്യത്തിന് ശൈഥല്യം ഉണ്ടാക്കുന്നവരാരാണോ അവരാണ് ശത്രുക്കൾ. അവരെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, അവരെയാണ് നിർവഹിക്കേണ്ടത്. മുസ്ലിം സമുദായത്തിന്റെ പൊതു മനസ്സ് ഐക്യത്തിന് വേണ്ടിയ പൊതു മനസ്സാണ്. ആ ഐക്യത്തിന് നിലകൊള്ളുകയാണ് വേണ്ടത്. അത് ഞാൻ ഇവിടെ പറയുന്നത്, ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ സഹോദരന്മാരായ നിങ്ങൾ ഈ പരിശുദ്ധമായ പള്ളിയിൽ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്തുൽ തൗഹീദ് ഉച്ചരിക്കുന്ന മുസ്ലിങ്ങൾ ഒന്നായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു, ഒന്നായി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. ആ ദുആ ചെയ്യുമ്പോൾ അതിന് നന്മ നമുക്ക് എത്തണമെങ്കിൽ ഞങ്ങളുടെ മനസ്സിലും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഒത്തൊരുമയുടെയും ആ സന്ദേശവും ആ അനുഭൂതിയും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ എന്റെ പ്രസ്ഥാനത്തിന്റെ അനിശ്ചിതനായ അമരക്കാരൻ കേരള മുസ്ലിങ്ങളുടെ പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഞാനും എന്റെ പ്രസ്ഥാനവും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ സർവ്വഭാവങ്ങൾ തന്നുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം ഐക്യം നമ്മുടെ ഐക്യമാണ്, മുസ്ലിമിന്റെ യോജിപ്പ് നമ്മുടെ യോജിപ്പാണ്, മുസ്ലിമിന്റെ ഒത്തൊരുമ നമ്മുടെ ഒത്തൊരുമയാണ് എന്ന വികാരത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന് അള്ളാഹുവിനോട് നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട എ.പി. അബൂബക്കർ ഉസ്താദിനും അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും അദ്ദേഹത്തിന്റെ ഓമനപുത്രനും നിർദ്ദേശമായ ഡോക്ടർ ഹക്കീം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ
വാക്കുകൾ ഉപസംഹരിക്കുന്നു. കഴിഞ്ഞില്ല. ആ ഇ അഹമ്മദ് സാഹിബ് തന്നെ കഴിഞ്ഞ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ സമ്മേളനം നടന്നപ്പോൾ മർക്കസിന്റെ സമ്മേളനത്തിന് ഇ അഹമ്മദ് സാഹിബ് മർക്കസിലേക്ക് വന്നിട്ടുണ്ട്. ആ രംഗം ഇവിടത്തെ മീഡിയകൾ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുക്കുന്ന രംഗവും നിങ്ങളൊന്ന് കാണുക. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ മുന്നിൽ നിർത്തി ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു കളമൊരുക്കിയത്. കാന്തപുരം അടക്കമുള്ള AP വിഭാഗം നേതാക്കളും EK വിഭാഗത്തിന്റെ പണ്ഡിറ്റ് സഭയും ഐക്യത്തിന് പച്ചക്കൊടി വീശിയെങ്കിലും പിന്നീട് ശ്രമങ്ങൾ പുരോഗമിച്ചില്ല. കഴിഞ്ഞ ദിവസം കാന്തപുരം മർക്കസിൽ നടന്ന വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാൻ ഇ അഹമ്മദ് എത്തിയതോടെ ഐക്യം ഇനിയും ചർച്ചയ്ക്കെടുക്കാമെന്നായി. സുന്നി വിഭാഗത്തിനായി AP വിഭാഗത്തിന്റെ വാതിലുകളെല്ലാം തുറന്നിട്ടിരിക്കുന്നുവെന്ന് AP വിഭാഗം പറയുന്നു. സുന്നികളുടെ ഐക്യത്തിന് വേണ്ടി മുസ്ലിം കേരളം എന്നും ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് അതിനെല്ലാ കവാടങ്ങളും തുറക്കപ്പെട്ടതാണ്. മറുഭാഗവും കൂടി അതിന് പൂർണ്ണമായും സന്മനസ്സോടെ വന്ന് ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ മാത്രമേ അത് സാക്ഷാത്കരിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഇ അഹമ്മദ് കഴിഞ്ഞ ദിവസം കാരന്തൂർ മർക്കസിലെത്തിയത് ഒറ്റപ്പെട്ട സംഭവമായി കാണേണ്ടെന്നും കാന്തപുരം കാരന്തൂരിൽ മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങൾ പണ്ടും വിളിച്ചിട്ടുണ്ട്, ഇപ്പോഴും വിളിക്കുന്നുണ്ട്. ഞങ്ങളുടെ നയം അന്നും ഇന്നും പഴയ നയം. അതേ ഇ അഹമ്മദ് സാഹിബ് തന്നെ ഈ വർഷം 2010 ഡിസംബർ 17 വെള്ളിയാഴ്ച നടന്ന മർക്കസിന്റെ പ്രചരണ സമ്മേളനം കണ്ണൂരിൽ നടന്നപ്പോൾ ആ പ്രചരണ സമ്മേളനത്തിൽ ഇ അഹമ്മദ് സാഹിബ് പങ്കെടുത്തു. എന്നിട്ടതാ പ്രമുഖ പത്രങ്ങളിലൂടെ അതിന്റെ വാർത്ത നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിനെ വികലമാക്കുന്നത് ചെറുക്കാൻ ഒറ്റക്കെട്ടാകണം മന്ത്രി ഇ അഹമ്മദ്. കണ്ണൂർ ഇസ്ലാമിനെ വികലമാക്കാൻ ഒരുപാട് ദുശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേന്ദ്ര റെയിൽവേ സഹമന്ത്രി ഇ അഹമ്മദ് പറഞ്ഞു. മർക്കസ് 33ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ സംഘടിപ്പിച്ച എക്സലൻസി മീറ്റ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ഇ അഹമ്മദ് സാഹിബ് മർക്കസിലേക്ക് വരികയാണ്. കാന്തപുരം ഉസ്താദുമായി സൗഹൃദം പങ്കിടുകയാണ്. കഴിഞ്ഞില്ല. ഒരു കാലഘട്ടത്തിൽ കേരളക്കരയിൽ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ സമ്മേളനത്തിന്റെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നത് സഖാഫികളായിരുന്നുവെങ്കിൽ, SYSന്റെ സാരഥികളായിരുന്നുവെങ്കിൽ, SSFന്റെ ചുണക്കുട്ടികളായിരുന്നുവെങ്കിൽ, ഇന്ന് കാരന്തൂർ മർക്കസ് സഖാഫത്ത് സുന്നിയ എന്ന ഏഷ്യാ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സമുച്ചയത്തിന്റെ സമ്മേളനത്തിന്റെ പ്രചാരകരായി, അതിന്റെ പ്രചരണം നടത്തുന്നവരായി കേരളക്കരയിലുള്ള മുസ്ലിം യൂത്ത് ലീഗുകാർ മാറിയിട്ടില്ലേ? കഴിഞ്ഞ പ്രാവശ്യം മർക്കസ് സഖാഫത്ത് സുന്നിയുടെ സമ്മേളനം നടത്തപ്പോൾ കണ്ണൂർ ജില്ലയിലെ കൊളച്ചേരി ഉറുമ്പിയിൽ മർക്കസിന്റെ പ്രചരണ ബോർഡ് സ്ഥാപിച്ചത് അവിടെയുള്ള മുസ്ലിം യൂത്ത് ലീഗുകാരാണ്. MSFകാരാണെങ്കിൽ ഇന്നിതാ കേരളക്കരയിൽ നൂറുകണക്കിന് വരുന്ന സ്ഥലങ്ങളിൽ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ സമ്മേളനത്തിന്റെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് മുസ്ലിം ലീഗുകാരാണ്, MSFകാരാണ്, യൂത്ത് ലീഗുകാരാണ്. നിങ്ങൾ കാണുക, മർക്കസ് സഖാഫത്ത് സുന്നിയുടെ ഫ്ലക്സ് ബോർഡുകൾ കേരളക്കരയിൽ സ്ഥാപിക്കുന്നുവെങ്കിൽ അഭിവന്ദ്യരായ കാന്തപുരം ഉസ്താദിന് അന്നും ഇന്നും എന്നും പറയാനുള്ളത് ഒരേ ഒരു നയമാണ്. എന്താണ് മർക്കസ് എന്ന മഹത്തായ സാംസ്കാരിക സമുച്ചയം? ആ സമുച്ചയത്തിന്റെ അകത്തളത്തിലേക്ക് എല്ലാ രാഷ്ട്രീയക്കാരെയും വിളിക്കാറുണ്ട്. രാഷ്ട്രീയത്തിന്റെ കളറുകൾ ഭേദിച്ചുകൊണ്ട്, രാഷ്ട്രീയത്തിന്റെ മതിൽക്കെട്ടുകളില്ലാതെ കേരളക്കരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മതസംഘടനയുണ്ടെങ്കിൽ, ഒരു മതസ്ഥാപനമുണ്ടെങ്കിൽ അത് അഭിവന്ദ്യരായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ധർമാധിഷ്ഠിത രാഷ്ട്രീയരഹിത യുവജന പ്രസ്ഥാനമായ സുന്നി യുവജന സംഘമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ധർമാധിഷ്ഠിത രാഷ്ട്രീയരഹിത വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSF ആണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. മർക്കസ് സഖാഫത്ത് സുന്നിയാണ്. മർക്കസിന്റെ അകത്തളത്തിലോ സമസ്തയുടെ അർദ്ധചന്ദ്ര നക്ഷത്ര കുബ്ബാങ്കിത ഹരിത ധവള കുങ്കുമ ത്രിവർണ പതാകയുടെ പിന്നിലായി അണിനിരന്ന SYS SSF അതുപോലെ സുന്നി സംഘടനകളോ സാംസ്കാരിക കൈരളിയുടെ മണ്ണിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടിപിടിക്കുന്നില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മർക്കസിന്റെ മഹത്തായ സമ്മേളനത്തിന്റെ പ്രചാരകരായി ഈ രാജ്യത്തിലുള്ള രാഷ്ട്രീയക്കാർ മാറിയെങ്കിൽ, ഓ വിലപിക്കുന്ന മൗലവിമാരെ, കേരളക്കരയിൽ ഇന്ത്യ രാജ്യത്തിൽ അറിയപ്പെടുന്ന ഒരു മതപണ്ഡിതനായി, അറിയപ്പെടുന്ന
അറിയപ്പെടുന്ന ഒരു മതസ്ഥാപനമായി മഹാനായ കാന്തപുരം ഉസ്താദും സുന്നി മർക്കസും മാറിയതിന്റെ തെളിവല്ലേ അത്? ഇനി നിങ്ങൾക്ക് കേൾക്കണ്ടേ, മുസ്ലിം ലീഗിന്റെ സമുന്നതനായ സാരഥി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹത്തിനും പറയാനുള്ളത് കാന്തപുരം ഉസ്താദിനെ കുറിച്ചാണ്, മർക്കസിനെ കുറിച്ചാണ്. അദ്ദേഹം കാന്തപുരം ഉസ്താദിനെ അടുത്തെറിഞ്ഞു, മർക്കസിനെ അടുത്തെറിഞ്ഞു. ആ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ അതാ പറയുന്നത്, നിങ്ങളൊന്ന് കേൾക്കൂ. മർക്കസ് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ഇറക്കിയ സ്ഥാപനമാണ്, യാതൊരു സംശയവുമില്ല. അവരുടെ കോൺട്രിബ്യൂഷൻ, അതിൻ്റെ സംഭാവന വലുത് തന്നെയാണ്. മാത്രമല്ല അനവധി ആളുകൾക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നുമുണ്ട്. ഞങ്ങളതിനെ അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്നത് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ നിലക്ക് സുന്നികൾ തന്നെയാണ്. ഞാൻ സുന്നിയാണ്, സമസ്തയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഉണ്ട്. പ്രവർത്തനങ്ങളെയും രീതികളൊക്കെ എങ്ങനെയാണ്? വ്യക്തിപരമായി അദ്ദേഹമായിട്ട് വളരെ നല്ല ബന്ധമാണ്. അതുപോലെ തന്നെ അദ്ദേഹം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വേണ്ട സപ്പോർട്ട് കൊടുത്തിട്ടുമുണ്ട്. ഇനിയും ആ സുഹൃത്ത് ബന്ധം, വ്യക്തിപരമായ സുഹൃത്ത് ബന്ധം മാത്രമായി നിൽക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് സമൂഹത്തിന് പ്രയോജനപ്പെടാന്നുണ്ടെങ്കിൽ രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ സംഘർഷം ഒഴിവാകണം എന്നുള്ള നിലക്ക് പ്രവർത്തിക്കുന്ന ഒരാളുമാണ് ഞാൻ. ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഒരു പക്ഷേ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം. അതേ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ ഈ വർഷം നടക്കുന്ന മർക്കസിന്റെ 33ാമത് വാർഷിക മഹാസമ്മേളനം, അതിന്റെ പ്രചരണ പരിപാടി കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിൽ നടന്നു. കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിൽ 2010 ഡിസംബർ 18 ശനിയാഴ്ച ആ മർക്കസ് കോംപ്ലക്സിൽ നടന്ന മർക്കസിന്റെ പ്രചരണ സംഗമം, എക്സലൻസി മീറ്റ്, എക്സലൻസി ക്ലബ്ബ്, അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ അതാ മർക്കസ് സഖാഫത്ത് സുന്നിയിലേക്ക്, കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിലേക്ക് മുസ്ലിം ലീഗിന്റെ സമുന്നതനായ സാരഥി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന മർക്കസിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ കേരളക്കരയിൽ അറിയപ്പെട്ട രാഷ്ട്രീയ നായകന്മാര് മുഴുവനും ഉറ്റുനോക്കുന്ന, വളരെയധികം സ്നേഹിക്കുന്ന, വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാപനമായി മർക്കസ് മാറി. കേരളക്കരയിൽ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും സ്നേഹിക്കുന്ന സ്ഥാപനമായി മർക്കസ് സഖാഫത്ത് സുന്നിയ മാറി. കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ, നമുക്കറിയില്ലേ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ സാരഥി തിരുവമ്പാടി MLA ആയിരുന്ന C മോയിൻകുട്ടി ഒരു കാലഘട്ടത്തില് മർക്കസ് സഖാഫത്ത് സുന്നിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത കാരണത്താൽ ബഹിഷ്കരണം ഏൽക്കേണ്ടി വന്ന C മോയിൻകുട്ടി, അദ്ദേഹത്തിനും പറയാനുള്ളത് കാന്തപുരം ഉസ്താദിനെ കുറിച്ചാണ്. അദ്ദേഹം അതാ കാന്തപുരം ഉസ്താദിന്റെ സ്റ്റേജിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, ഞാനൊരു മുസ്ലിം ലീഗുകാരനായിട്ടാണ് ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നതെന്ന് C മോയിൻകുട്ടി പറയുകയാണ്. സംശയം വേണ്ട, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് തന്നെ കക്ഷി രാഷ്ട്രീയ വിഭാഗീയ ചിന്താഗതികൾക്കൊക്കെ അതീതമായി ഒട്ടേറെ ചരിത്ര സ്മരണകൾ അയവിറക്കുന്ന ഈ പൂനൂരിന്റെ മണ്ണിൽ മഹാനായ പണ്ഡിതൻ കാന്തപുരം ഉസ്താദിനെ നമ്മൾ നെഞ്ചേറ്റുകയാണ്, നമ്മൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് എത്രയെത്ര ആളുകളാണ് പറയുന്നത്. ഇനിയതാ മുസ്ലിം ലീഗിന്റെ നേതാവായ MK മുനീർ, അദ്ദേഹം ഇക്കഴിഞ്ഞ ഇലക്ഷൻ നടന്നപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് 2009 മെയ് 21 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ MK മുനീർ അദ്ദേഹം അതാ എഴുതുകയാണ്, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് പേരുടെ സംഘാതമാണ് കാന്തപുരം AP വിഭാഗം. കാന്തപുരത്തെ തങ്ങളുടെ സംഘടനാ മേധാവിയായി കാണുമ്പോൾ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ രാജ്യങ്ങളിൽ ചരിക്കുന്നവരാണ് അനുയായികൾ. അതുകൊണ്ടാണ് മറ്റു ചിലരെ പോലെ പത്രസമ്മേളനം നടത്തി വോട്ട് ഇന്ന കക്ഷികൾക്കാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ അദ്ദേഹം ബുദ്ധിപൂർവം മുതിരാത്തത്. എന്നാൽ ആശ്വാസകരമായ ഒരു സത്യം പറയാതെ നിർവാഹമില്ല. മതസംഘ
മതസംഘടനകൾക്ക് മറ്റ് പല ദൗത്യങ്ങളുമാണ് ഇവിടെ നിർവഹിക്കാനുള്ളത് എന്ന് കരുതുന്നവർ ഇവിടെയുമുണ്ട്. MK മുനീർ സാഹിബ് പറയുകയാണ്, കേരളക്കരയിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു സംഘടന, വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണ് കാന്തപുരം വിഭാഗം. കാന്തപുരത്തിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകമായ മമതയില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ അമിതമായി വിമർശിക്കുന്ന ഒരു സംഘടനയല്ല കാന്തപുരം വിഭാഗത്തിന്റെ സംഘടന. മറിച്ച് കാന്തപുരത്തിന്റെ പ്രവൃത്തി എന്താണ്? മതസംഘടനകൾക്ക് മറ്റു പല ദൗത്യങ്ങളുമാണ് ഇവിടെ നിർവഹിക്കാനുള്ളത് എന്ന് കരുതുന്നവർ ഇവിടെയുമുണ്ട്. അഭിവന്ദ്യരായ കാന്തപുരം ഉസ്താദ്, ആ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള മതസംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, SYS, SSF തുടങ്ങിയ സംഘടനകൾക്ക് കേരളക്കരയിൽ ചെയ്യാനുള്ളത് നവീന ചിന്താഗതിക്കാരുടെ പൊള്ളത്തരങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് സംവാദങ്ങളും ഖണ്ഡനങ്ങളും മുഖാമുഖങ്ങളും നടത്തുക. ഒരു ഭാഗത്തോ മസ്ജിദില്ലാത്ത സ്ഥലങ്ങളിൽ പള്ളികൾ പണിതു കൊടുക്കുക, അതുപോലെ തന്നെ മദ്രസകൾ പണിയുക. കേരളത്തിന്റെ മുക്കുമൂലകളിലും ഇന്ത്യ രാജ്യത്തിന്റെ വിഭിന്ന ദിക്കുകളിലും മതസംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചെയ്യാനുള്ള തൊഴില്, അവിടെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് അകപ്പെട്ടുപോയ പാവപ്പെട്ട മനുഷ്യ മക്കളെ അവരെ സമൂഹ മധ്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക, അവരെ എഞ്ചിനീയർമാരും ഡോക്ടർമാരുമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് മതസംഘടനകൾക്ക് ചെയ്യാനുള്ളത് എന്ന് MK മുനീർ സാഹിബ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെ പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഭിവന്ദ്യരായ കാന്തപുരം ഉസ്താദിനെ അടുത്തറിയുന്നു മുഴുവൻ രാഷ്ട്രീയക്കാരും. നിങ്ങൾക്കറിയില്ലേ BJPയുടെ നേതാവായ ശ്രീധരൻപിള്ള? ആ BJPയുടെ നേതാവായ ശ്രീധരൻപിള്ളയ്ക്കും കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറയാനുണ്ട്. അദ്ദേഹം മർക്കസിലേക്ക് വന്നപ്പോൾ, അതുപോലെ കേന്ദ്രമന്ത്രിയായിരുന്ന BJPയുടെ നേതാവ് മർക്കസിലേക്ക് വന്നപ്പോൾ, ഒരു കാലഘട്ടത്തിൽ കാന്തപുരം ഉസ്താദ് മർക്കസിലകരെ സ്വീകരിച്ച കാരണത്താൽ കാന്തപുരം ഉസ്താദ് വർഗീയ ഫാസിസ്റ്റുകളെ മർക്കസിലേക്ക് ക്ഷണിച്ചു, അവർക്ക് സ്വീകരണം ഏർപ്പെടുത്തി, അവർക്ക് കോടികൾ കൊടുത്തു എന്നുള്ള ആരോപണങ്ങൾ കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു നടന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് വർഷങ്ങൾക്ക് ശേഷം, 15 വർഷത്തിനു ശേഷം മറുപടി പറയാൻ ഇന്ന് കടന്നു വരുന്നത്, കാന്തപുരം ഉസ്താദിനെ കുറിച്ച് മഹത്വം പറയാൻ കടന്നു വരുന്നത് BJPയുടെ ശ്രീധരൻപിള്ളയാണ്. നിങ്ങളൊന്ന് കേൾക്കുക ശ്രീധരൻപിള്ള കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറയുന്നത്.